വ്യാജ വൈദ്യന്മാരുടെ ചികിത്സയിൽ നടൻ സലീം കുമാറിന് സംഭവിച്ചത്. ഏതാണ്ട് 3.5 പതിറ്റാണ്ടിലധികം സിനിമ മിമിക്രി മേഖലയിൽ നിറഞ്ഞു നിന്ന നടൻ സലീം കുമാർ ഇന്നലെ രാത്രി 10:45 നമ്മോട് വിട പറഞ്ഞത്. അമൃത മെഡിക്കൽ കോളേജിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. അവിടെ ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തെ ഇന്നലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. അദ്ദേഹം ഒരു നടൻ മാത്രമായിരുന്നില്ല, മിമിക്രിക്കാരനായിരുന്നു, അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരനായിരുന്നു, ഏറ്റവും നല്ല ഒരു മികച്ച കൃഷിക്കാരനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തെ നടൻ എന്ന നിലയിൽ മാത്രം നമുക്ക് ഒതുക്കാൻ കഴിയില്ല. 2010 ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ട്. ആദാമിൻ്റെ മകൻ അബു എന്ന സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആ ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചത്. 2005 അച്ഛനുറങ്ങാത്ത വീട് എന്ന ലാൽ ജോസ് സിനിമയിൽ അദ്ദേഹത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ് ലഭിച്ചു. 2016 കറുത്ത ജൂതൻ എന്ന സിനിമയിലെ മികച്ച കഥാകൃത്ത് എന്ന നിലയിൽ അദ്ദേഹത്തിന് സംസ്ഥാന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറഞ്ഞത്, ഞാൻ മികച്ച ഒരു കർഷകൻ കൂടിയാണ്, എനിക്ക് സിനിമ കഴിഞ്ഞാൽ പിന്നീട് കാർഷിക വൃത്തിയാണ് എനിക്കിഷ്ടം. അങ്ങനെ അദ്ദേഹം പൊക്കാളി പാടത്ത് കൃഷി ചെയ്തു, അതേക്കുറിച്ച് ഡോക്യുമെന്ററി നിർമ്മിച്ചു. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ പറഞ്ഞ കാര്യങ്ങളല്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ ചില വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത്. അദ്ദേഹം തനിക്ക് അസുഖം വന്നപ്പോൾ വ്യാജ വൈദ്യന്മാരുടെ അടുക്കലേക്ക് ഓടി. അദ്ദേഹം അന്ന് വലിയ ഈ വൈദ്യ ചികിത്സയുടെ വിശ്വാസകനായിരുന്നു. അതേ വിശ്വാസി തന്നെ പിന്നീട് ഈ വൈദ്യ ചികിത്സയെക്കുറിച്ചുള്ള ഒരു ബ്രാൻഡ് അംബാസിഡറായി, അതിനെതിരായി സംസാരിക്കുന്ന ഒരു ബ്രാൻഡ് അംബാസിഡറായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു കാരണവശാലും ഈ വൈദ്യന്മാരെ ആശ്രയിച്ച് നിങ്ങൾ ആയുസ് കളയാതെ ഏറ്റവും മികച്ച ശാസ്ത്രീയ ചികിത്സ തുടക്കത്തിലെ നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ അക്കാര്യത്തിൽ വലിയ വിജയമുണ്ടാകും. അല്ലാതെ നാട്ടുകാർ പറയുന്നതനുസരിച്ച്, ഇവരുടെ ഏജന്റുമാർ പറയുന്നതനുസരിച്ച് നമ്മൾ ഈ വ്യാജ വൈദ്യത്തിൽ അഭയം തേടിക്കഴിഞ്ഞാൽ മരണമായിരിക്കും ഫലം എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സാരാംശമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അദ്ദേഹം പറയുന്നത്, തനിക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. മഞ്ഞപ്പിത്തം തന്നെ പല ഗ്രേഡ് ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ ഗ്രേഡ് കുറഞ്ഞ മഞ്ഞപ്പിത്തം അത് വൈദ്യൻ മരുന്ന് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അത് സ്വാഭാവികമായി ഹീൽ ചെയ്യും. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം ചെറിയ തോതിലെ മഞ്ഞപ്പിത്തം വളരെ വേഗം ഹീൽ ചെയ്തു പോകും. അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ വിചാരിക്കുന്നത് ഈ മരുന്നിൻ്റെ ഭാഗമായിട്ടാണ് ഈ മഞ്ഞപ്പിത്തം മാറിയത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യാജ വൈദ്യന്മാർ കൊടുക്കുന്ന മരുന്ന് കഴിച്ച് ഈ ശരീരം സ്വാഭാവികമായി ഹീൽ ചെയ്ത് മാറ്റിയ ഈ മഞ്ഞപ്പിത്തം വൈദ്യരുടെ മരുന്ന് കൊണ്ടാണ് മാറിയത് എന്ന് ആരോഗ്യം വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ വൈദ്യനിൽ വിശ്വാസമേറുകയും അയാൾ ആ വൈദ്യന്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായി മാറുകയും ചെയ്യും. ഞാൻ ഇന്ന വൈദ്യനടുക്കെ പോയി അസുഖം മാറി എന്ന നിലയിൽ. പക്ഷേ ഇത് വളരെ ഏറ്റവും ഗ്രേഡ് കുറഞ്ഞ മഞ്ഞപ്പിത്തത്തിൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ. ആ മരുന്ന് കഴിച്ചില്ലെങ്കിലും അത് മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഗ്രേഡ് കൂടിയ മഞ്ഞപ്പിത്തം ആണെങ്കിൽ ഈ പറയുന്ന മരുന്ന് വിപരീത ഫലമാണ് ഉണ്ടാക്കുക എന്നാണ് സലീം കുമാർ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്തുകൊണ്ട് ഈ വൈദ്യന്മാരുടെ അടുക്കലേക്ക് പോയി എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു ന്യായീകരണം, തനിക്ക് ലിവറിന് വളരെ ഗുരുതരമായിട്ടുള്ള അസുഖമാണ് എന്ന് കണ്ടെത്തി. പക്ഷേ ഈ ഓപ്പറേഷൻ, അതേപോലെ തന്നെ ലിവർ മാറ്റിവെക്കുക, ഇതൊക്കെ അദ്ദേഹത്തിന് ഭയമായിരുന്നു. അതുകൊണ്ട് എത്രയും വേഗം മറ്റ് കുറുക്കുവഴികൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വ്യാജ വൈദ്യന്മാരുടെ അടുക്കൽ പോയി പെട്ടത്. അങ്ങനെ അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തത്തിൻ്റെ ഗ്രേഡ് കൂടി. അദ്ദേഹം പറയുന്നത് രണ്ട് തരത്തിൽ നമുക്കറിയാമല്ലോ, ലിവർ സിറോസിസ് വരുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് പറയുന്നത് പോലെ മദ്യപിച്ചുള്ള ഒരു ലിവർ സിറോസിസ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. രണ്ടാമത് ഈ ജനിതകപരമായിട്ടുള്ള ഒരു ലിവർ സിറോസിസ് ഉണ്ടെന്നാണ് സലീം കുമാർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും ഇത്തരത്തിൽ അസുഖം ഉണ്ടായിരുന്നു. ജ്യേഷ്ഠനും മദ്യപാനി ആയിരുന്നില്ല, താനും മദ്യപാനി ആയിരുന്നില്ല. പിന്നെ മറ്റൊരു തരത്തിലുള്ള കരൾ രോഗം എന്ന് പറയുന്നത് ഫാറ്റ് അടിഞ്ഞാണ്. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അടിഞ്ഞ് ഫാറ്റി ലിവർ ഉണ്ടാകും. ഇങ്ങനെ പലതരത്തിലാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. അതിൽ സലീം കുമാർ പറയുന്നത് തൻ്റെ ജനിതകമായി തന്നെ കിട്ടിയ ഒരു അസുഖമാണ്. ജ്യേഷ്ഠൻ ഇത്തരത്തിലുണ്ടായിരുന്നു, മദ്യപാനി ആയിരുന്നില്ല, താൻ മദ്യത്തിലൂടെ ലഭിച്ചതല്ല. പലരും കരുതി താൻ മദ്യപിച്ചുകൊണ്ട് ലിവർ സിറോസിസ് ഉണ്ടായതാണ് എന്നുള്ളതാണ്. അത് അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അദ്ദേഹം ആദ്യം പറഞ്ഞത്, ഇങ്ങനെ മഞ്ഞപ്പിത്തത്തിൻ്റെ വലിയൊരു ഉയർന്ന ഗ്രേഡാണെന്ന് അദ്ദേഹം അറിയുകയും
അങ്ങനെ അദ്ദേഹത്തെ ഒരാൾ സമീപിച്ചു. അത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് തന്നെയായിരുന്നു ഈ സമീപിച്ചയാൾ. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, സലീമ, ഇതുപോലെ പാലക്കാട് ഒറ്റപ്പാലത്തുള്ള ഒരു വൈദ്യരുണ്ട്, അദ്ദേഹത്തിന്റെ പേര് നിർമ്മലാനന്ദ ഗിരി എന്നുള്ളത് ആണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ആ വൈദ്യര് ഇതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും അപ്പോൾ ഒരു പൊടിമരുന്ന് കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ അധികം ചികിത്സാ വിധികളുണ്ട്, അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ മാറും. അദ്ദേഹത്തിന് പല അസുഖങ്ങളും ഇത്തരത്തിൽ മാറിയിട്ടുണ്ട് അദ്ദേഹം ചികിത്സിച്ചത്. അങ്ങനെ നിരവധി അനുഭവസ്ഥരുമുണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടെ മരുന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സലീം കുമാർ ഈ സുഹൃത്തിന്റെ വാക്ക് കേട്ട് ഒറ്റപ്പാലത്തേക്ക് പോയി ഈ പറയുന്ന വൈദ്യൻ നിർമ്മലാനന്ദ ഗിരിയെ കണ്ടു. അപ്പോൾ അദ്ദേഹം 51 ദിവസത്തേക്കുള്ള മരുന്നാണ് തന്നത്. നിലം പരണ്ട എന്ന് പറയുന്ന ഒരു കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു സംഗതിയാണ്. ആ നിലംപരണ്ട 51 ദിവസം കഞ്ഞി വെച്ച് കുടിക്കാനാണ് ഈ വൈദ്യർ പറഞ്ഞത്. അങ്ങനെ സലീം കുമാർ 51 ദിവസം ഈ നിലംപരണ്ട ഇട്ട കഞ്ഞി കുടിച്ചു. പക്ഷേ രോഗത്തിന് ശമനം ഉണ്ടാകുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ 51 അല്ല 501 ദിവസം താൻ കഞ്ഞി വെച്ച് കുടിച്ചതാണ് സലീം കുമാർ പറയുന്നത്. അപ്പോൾ ഇത്രയും ദിവസം ഈ കഞ്ഞി വെച്ച് കുടിച്ചിട്ടും അസുഖത്തിന് മാത്രം യാതൊരു മാറ്റവുമില്ല. ആ അസുഖം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ സ്വാഭാവികമായി വൈദ്യരെ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടുന്നുണ്ട്. അവസാനം അദ്ദേഹം ബന്ധപ്പെട്ടപ്പോൾ ഈ വൈദ്യർ നിൽക്കുന്നത് ഒരു ആശുപത്രിയിലാണ്. പ്രശ്നം എന്ന് വെച്ച് പറഞ്ഞാൽ അയാൾക്ക്, ഈ വൈദ്യർക്ക് ക്യാൻസറാണ്. ക്യാൻസറിന്റെ 4th ഗ്രേഡിലാണ് ഈ വൈദ്യർ നിൽക്കുന്നത്. അതുകൊണ്ട് ഇയാൾ അപ്പോൾ തന്നെ സലീം കുമാർ അത് തമാശ രൂപേണയാണ് അതിനെ കൈകാര്യം ചെയ്തത്. കാരണം വൈദ്യർക്ക് ഒരു അസുഖം വന്നപ്പോൾ, ഒരു ക്യാൻസർ വന്നപ്പോൾ അദ്ദേഹം പോയത് ആധുനിക ചികിത്സ തേടാൻ വേണ്ടിയിട്ടാണ്. വൈദ്യർക്ക് 4ാമത്തെ ഗ്രേഡാണ് ക്യാൻസർ. ആ വൈദ്യരാണ് തന്നെ ചികിത്സിച്ചതെന്നാണ് സലീം കുമാർ പറയുന്നത്. അങ്ങനെ ആ വൈദ്യരുടെ അധ്യായം അവസാനിച്ചു. പിന്നെ അദ്ദേഹം കേട്ടത് ചേർത്തലയിൽ ഒരു മോഹനൻ വൈദ്യരുണ്ട്. അദ്ദേഹത്തിന്റെ ചികിത്സ ഫലപ്രദമാണ്. അദ്ദേഹവും ഇത്തരത്തിൽ നിരവധി മാരകമായിട്ടുള്ള അസുഖങ്ങളെ, ക്യാൻസറിനെ വരെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്ന ഒരാളാണ് എന്ന് സലീം കുമാർ അറിഞ്ഞു. അങ്ങനെ ചേർത്തലയിൽ എത്തി മോഹനൻ വൈദ്യരെ കണ്ടിട്ട് അദ്ദേഹത്തിൽ നിന്ന് ചികിത്സ തേടി. അപ്പോൾ ഈ മോഹനൻ വൈദ്യർ ഒരു മരുന്ന് കൊടുത്തു, ഒരു പൊടിമരുന്നാണ്. അത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറും, വളരെ വേഗം മാറും എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ ചെന്നു. ആദ്യത്തെ ദിവസം തന്നെ ഈ മരുന്ന് കഴിച്ചു. പക്ഷേ രാത്രി ആയപ്പോഴത്തേക്കും ചോര ഛർദ്ദിച്ചു തുടങ്ങി. അപ്പോൾ സലീം കുമാർ മകനോട് പറഞ്ഞു, വൈദ്യരെ ഒന്ന് വിളിക്കൂ, ഞാൻ ചോര ഛർദ്ദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മകൻ വിളിച്ചു വൈദ്യരെ. ഇതുപോലെ അച്ഛൻ മരുന്ന് കഴിച്ചതിന് ശേഷം ചോര ഛർദ്ദിക്കുന്നുണ്ടല്ലോ, എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ വൈദ്യർ പറഞ്ഞു, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. കാരണം വയറിനകത്ത്, കുടലിനകത്ത് കുറച്ച് ചോര ഉണ്ടായിരുന്നു, ആ ചോര കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. ആ വേണ്ടാത്ത ചോരയാണ് ഇപ്പോൾ ഛർദ്ദിച്ചത് എന്നുള്ളത്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, മരുന്ന് തുടർന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷേ സലീം കുമാർ അത് വിശ്വസിച്ച് മരുന്ന് തുടർന്നു. അതിനുശേഷം വളരെ ഗുരുതരമായി പിന്നീടാണ് ഈ പറയുന്നത് പോലെ അദ്ദേഹം ഭയന്നിരുന്ന ഈ കരൾ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ഭയന്നിരുന്ന, അതിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഈ മരുന്നെല്ലാം കഴിച്ചത്. അത് പേടിച്ചു, അദ്ദേഹത്തിന് ഭയങ്കര പേടിയാണ്. അതിന് കരളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ശാസ്ത്രീയ ചികിത്സ തേടുകയും എന്തെങ്കിലും കാരണവശാൽ കരൾ മാറ്റിവെക്കുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തിന് പേടിയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം അമൃത ആശുപത്രിയിൽ എത്തിയതും കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നത്. പിന്നീടാണ് അദ്ദേഹത്തിന് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. അങ്ങനെ അദ്ദേഹം പേടിച്ച കാര്യം പിന്നീട് തുറന്നു പറയുകയായിരുന്നു. എനിക്കത് പേടി, തുടക്കത്തിൽ ആ പേടിയുടെ പേരിലാണ് ഇത്തരത്തിൽ വ്യാജ വൈദ്യന്മാരുടെ അടുക്കൽ പോയി പെട്ടത്. ആ പേടി മാറിയിരുന്നുവെങ്കിൽ ഞാൻ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ ശാസ്ത്രീയ ചികിത്സ നേടി രക്ഷപ്പെടുമായിരുന്നു. ഈ വ്യാജ വൈദ്യന്മാരുടെ വലയിൽ പോയി കുടുങ്ങരുത്. ഇവർക്ക് നിരവധി ഏജന്റുമാരുണ്ട്. അവർ പറഞ്ഞു വിടുന്ന ഏജന്റുമാർ, ഇത്തരത്തിൽ നാട്ടുമ്പുറത്ത് മുഴുവൻ ഏജന്റുമാർ അവർക്ക് ഉണ്ടാവും. പല തരത്തിലുള്ള ഏജന്റുമാരാണ് വരുന്നത്. അതല്ലാതെ തന്നെ ഇവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ മരുന്ന് കഴിച്ച് ശരീരം സ്വാഭാവികമായി ഹീൽ ചെയ്ത അസുഖം മാറിയവരുണ്ട്. അവരും ഇവരുടെ അംബാസഡർമാരായിട്ട് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടും. നമുക്ക് എന്തെങ്കിലും മാരകമായ അസുഖം വന്നു കഴിഞ്ഞാൽ ഈ വൈദ്യരെ കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സമീപിക്കുന്ന ഇത്തരക്കാർ, അത് ഒന്നുകിൽ ഇവരുടെ ഏജന്റുമാരായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇവരുടെ മരുന്ന് കഴിച്ച് സ്വാഭാവികമായി ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൊണ്ട്, ഇവരുടെ മരുന്നിന്റെ ഫലമായിട്ടല്ലാതെ ശരീരത്തിന്റെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി കൊണ്ട് രോഗം മാറിയവർ ഇവരുടെ വക്താക്കളായി നമ്മുടെ മുന്നിൽ വരുന്നു. സലീം കുമാർ പറയുന്നത് എന്ത് തന്നെയായാലും, ആരൊക്കെ തന്നെ നിങ്ങളുടെ സമീപിച്ചാലും ഈ വൈദ്യന്മാരുടെ അടുക്കൽ പോയിട്ടുള്ള ചികിത്സ ഇവർ വ്യാജമാണോ ഒറിജിനലാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യാജ വൈദ്യന്മാരുടെ അടുക്കൽ പോയിട്ടുള്ള ചികിത്സ എത്രയും വേഗം അവസാനിപ്പിക്കണം. ഇതൊക്കെ പൊടിപ്പെന്തെങ്കിലുമൊക്കെ ചേർത്താണ് ഈ വൈദ്യരെ കുറിച്ചൊക്കെ ഈ രോഗിയെടുക്കൽ പറഞ്ഞു കേൾപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഇടനിലക്കാർ. വലിയ സംഭവമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വൈദ്യരുടെ 20 ദിവസത്തെ മരുന്ന് കൊണ്ട്, അല്ലെങ്കിൽ വൈദ്യരുടെ ഒരു പൊടിപ്രയോഗമുണ്ട്, ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മാറും, അല്ലെങ്കിൽ ഇന്ന മരുന്ന് കഞ്ഞിലിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അത് മാറും, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പ്രലോഭിപ്പിച്ച്
ഉപയോഗിച്ച് ഈ വൈദ്യരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്ന നിരവധി പേരുണ്ട്. അത്തരക്കാരുടെ കെണിയിൽപ്പെട്ടാണ് നമ്മൾ ഈ പറയുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള തിരിച്ചറിവുള്ള നമ്മൾ പോലും ഇത്തരം വ്യാജ വൈദ്യന്മാരുടെ ഇടയ്ക്കൽ പോയി പെട്ട് ഉള്ള രോഗം മരണത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന തരത്തിലേക്കാക്കുന്നത്. ഒടുവിൽ സലീംകുമാർ തിരിച്ചറിഞ്ഞ് വ്യാജ വൈദ്യന്മാർക്കെതിരെ വലിയ ബോധവൽക്കരണം തന്നെ അദ്ദേഹം നടത്തി. അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ തന്നെ ഇത്തരം വ്യാജ വൈദ്യന്മാർക്കെതിരെയുള്ള പരാമർശം നമുക്ക് കാണാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ചുരുക്കി പറഞ്ഞത്. ചുരുക്കത്തിൽ വ്യാജ വൈദ്യന്മാരുടെ അടുക്കൽ ഒരു കാരണവശാലും ഒരു അസുഖം വരുമ്പോൾ പോകരുത്. ശാസ്ത്രീയ ചികിത്സ തന്നെയാണ് അതിന് ഏറ്റവും ഉചിതം. നേരെ ആശുപത്രിയിൽ പോവുക, അവിടെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലുള്ള ചികിത്സ, അവർ പറയുന്നതനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ചികിത്സ തുടർന്നാൽ ഈ പറയുന്ന മഞ്ഞപ്പിത്തമൊക്കെ തന്നെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ വ്യാജ വൈദ്യന്മാരുടെ ഇടനിലക്കാരുടെ വാക്ക് കേട്ട് അവിടെ ചെന്ന് ചാടിയാൽ നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ സംഭവിക്കുക സലീംകുമാറിന്റെ അതേ അനുഭവം തന്നെയായിരിക്കും. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.